മോനെ സച്ചി, മോനെ സച്ചി, അമ്മയെന്ന് പറയട്ടെ, ഇന്ന് വാതിൽ തുറക്കടാ. നിനക്ക് എന്ത് പറ്റിയാലും ഞങ്ങളടുത്ത് പറ മോനെ. എടോ, താനെന്തൊന്നും പറയാത്തെ? ഗൂഗിളിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോ തനിക്കിഷ്ടമില്ലെന്നാണോ? എനിക്കറിയില്ല. എന്തായാലും പരാതി കൊടുക്കണം തന്നെ എന്റെ തീരുമാനം. ഒരിക്കൽ കൂടി സച്ചിയെ വീണ്ടും മുറ്റത്ത് വന്ന് ഇതുപോലെ പെരുമാറാൻ പാടില്ല. സച്ചി, എന്തു പറ്റിയത് നിനക്ക്? എന്താ നിനക്ക് പറ്റിയത് മോനെ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോടാ? അതോ നീ ആരെങ്കിലും ആയിട്ട് തല്ലുണ്ടാക്കിയോ? എന്താടാ മോനെ? മക്കളെ നീ കണ്ടോ മോനെ? മക്കളെ ചേട്ടാ, ഏട്ടാ എന്താ പറ്റി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? മോനെ, ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? പറ, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായതാണോ? ആണോടാ? പറ മോനെ, എന്താ നിനക്ക് പറ്റിയത്? ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്റെ ഈശ്വര, എന്തിനാ കരയുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വണ്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ഇല്ല, പറ്റിയതൊക്കെ എനിക്ക്. മോനെ സച്ചി, മോനെ, അമ്മയല്ലേ വിളിക്കുന്നത്? മോനെ, അമ്മ ഒന്ന് ചോദിക്കട്ടെടാ. മോനെ, അമ്മേ, സച്ചിയുടെ കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. ഇത് വെറും ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം സച്ചിയേട്ടന്റെ ഉള്ളിലുണ്ട്. മോനെ സച്ചി, സച്ചി നീ ഒന്ന് വാതിൽ തുറക്കടാ. മോനെ, എന്റെ ഈശ്വര, ഈ കാലക്കേടൊന്നും തീരുന്നില്ലല്ലോ ദൈവമേ. മോനെ, മോനെ സച്ചി, അമ്മയെന്ന് പറയട്ടെടാ. മോനെ, നീ ഒന്ന് വാതിൽ തുറക്കടാ. സച്ചിയേട്ടാ, മോനെ സച്ചി, തുറക്ക്. സച്ചിയേട്ടാ, സച്ചി, മോനെ സച്ചി, അമ്മയെന്ന് പറയട്ടെടാ. നീ ഒന്ന് വാതിൽ തുറക്കടാ. നിനക്ക് എന്ത് പറ്റിയാലും ഞങ്ങളടുത്ത് പറ മോനെ. ചേട്ടാ, ഇവിടെ അടുത്ത് ഈ സർപ്പക്കളൊക്കെ വരയ്ക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ? അവരുടെ വീട് എവിടെയാ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കൃഷ്ണയുടെ കാര്യമാണോ? അതെ അതെ, കൃഷ്ണ തന്നെയാ പേര്. ആ കുട്ടി സാധാരണ മോളിക്കുട്ടിയുടെ കൂടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതാ. കുറച്ചു മുമ്പ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. മോളിക്കുട്ടിയോ? അതാരാ? മോളിക്കുട്ടി ഈ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാ. ഓ, കൃഷ്ണയുടെ ഏറ്റവും അടുത്ത കമ്പനിക്കാര് മോളിക്കുട്ടിയാ. അടയും ചക്കരയും പോലെ രണ്ടുപേരും. ആ, അല്ല, നിങ്ങൾ എവിടെ നിന്ന് വരിക? അത് ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. അവിടെ നാഗദൈവങ്ങളുടെ ഒരു കാനന ക്ഷേത്രമുണ്ട്. കഴിഞ്ഞ 2 തവണയായി സർപ്പപ്പാട്ടിന് കള ഒരുക്കിയത് ഈ കുട്ടിയാ. ഇത്തവണയും ഈ കുട്ടി തന്നെ മതിയെന്നാ പ്രശ്നവിധി കണ്ടത്. ആ,
ദാ വരുന്നു മോളിക്കുട്ടിയുടെ ഓട്ടോ. ആ ആ. കൃഷ്ണമോളെ, ഇവര് നിന്നെ കാണാൻ വന്നതാ. കുട്ടി, ഞാൻ കാനനക്ഷേത്രത്തിന്റെ പ്രസിഡന്റാ. എന്താ വിശേഷിച്ച്? അത് സർപ്പപ്പാട്ടിന് കളമൊരുക്കാൻ ഇത്തവണയും കുട്ടി തന്നെ വേണമെന്നാണ് പ്രശ്നവിധി. അതിൽ കുട്ടിയെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ ക്ഷമിക്കണം, ഇത്തവണ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. കുട്ടി വരാതെ ഒരു രക്ഷയില്ല. 3 വർഷത്തിലൊരിക്കൽ അവിടെ നടക്കുന്ന മഹാദാമ്പത്യ പൂജയ്ക്കുള്ള സർപ്പക്കള ഒരുക്കാൻ പ്രശ്നവിധിയെ കണ്ടത് കുട്ടിയെയാണ്. ഇപ്പം എനിക്കതിനൊരു മറുപടി പറയാനൊന്നും സാധിക്കില്ല. ഞാൻ അമ്മയോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് പറയാം. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്ന് സംസാരിച്ചോളാം. പക്ഷേ പറ്റില്ല എന്ന് മാത്രം പറയരുത്. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നോക്കട്ടെ. കുട്ടിക്കല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാനാവില്ല. ജോത്സ്യർ അങ്ങനെയാ പറഞ്ഞത്. ദൈവത്തിന്റെ കാര്യമല്ലേ, സമ്മതിക്കേ, നമുക്ക് പോവാന്നേ. എടി, നീ എന്റെ കൂടെ വരുമോ? ഞാനല്ലാതെ പിന്നെ ആര് വരാനാ? ചേട്ടാ, ഇവള് വന്നോളും. ഓ, പിന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം. മതി. ഈ ദക്ഷിണ സ്വീകരിക്കണം. നാഗക്കളം ഭംഗിയാക്കി തരണം. നാഗദേവതകളുടെ മുന്നിൽ കളം വരയ്ക്കുന്നത് എന്റെ സമർപ്പണ. അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി തന്നാൽ മാത്രം മതി. അല്ലാതെ എനിക്ക് പണമൊന്നും വേണ്ട. അയ്യോ, ഇത് പ്രതിഫലമല്ല, ദേവിയുടെ അനുഗ്രഹമാണ്. വാങ്ങിച്ചോ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഇനി ക്ഷേത്രത്തിൽ കാണാം. ശരി, ഞാൻ വരാം. ശരി, ആയിക്കോട്ടെ. ഇത്തവണേ കളം വരയ്ക്കുന്നത് മറ്റാരെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിയതാ. പക്ഷേ ദേവി എന്നെ വീണ്ടും വിളിക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് പോവാം. ഞാനില്ലേ നിന്റെ കൂടെ? നമുക്കാദ്യം വീട്ടിൽ പോവാം, എന്നിട്ട് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം. നീ വാ. മോനെ, നീ തിരക്കിലാണോ? അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ, പറഞ്ഞോ. പറയുമ്പോ ചിലപ്പോ നിനക്ക് ഇഷ്ടാവില്ല, എങ്കിലും പറയാതെ വേറെ വഴിയില്ല. വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. എന്താ അമ്മേ കാര്യം? സമൃദ്ധ എന്ന ശിവാനന്ദ മഠത്തിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോ ഞാനൊരു നേർച്ച നേർന്നിരുന്നു.